എൻ്റെ ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതെൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ ബസ് നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ കൊളപ്പുറം ബസ് സ്റ്റോപ്പാണ്. ബസ് നോക്കി കുറച്ച് കഴിയുമ്പോൾ ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. സീറ്റൊന്നുമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ അല്ലേ, അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 9:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കുറച്ച് നടന്നു. ഇതുവഴി ഒരു കുറുക്ക് വഴിയുണ്ട്. അപ്പം നേരെ ചെല്ലുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ പടിക്കലാണ്. അപ്പോൾ അവിടുന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ ചെല്ലും. കാരണം മെയിൻ റോഡ് വഴി പോയാൽ ഇച്ചിരി പാടാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. മീൻകട, ഹോട്ടൽ, ബേക്കറീസ്, പിന്നെ ചെറുകിട കടകൾ, തുണിക്കട, അങ്ങനെ കുറേ സംഭവങ്ങൾ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് കയറുക. ആ ദൂരം, ആ പോകുന്ന ദൂരം മുഴുവൻ ഞങ്ങൾക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ കയറിപ്പോയി കുറേ ദൂരം നടക്കണം. ഒത്തിരി കടകളുണ്ട് സൈഡിലെല്ലാം, നല്ല കട, ഹോൾസെയിൽ കടയും റീറ്റെയിൽ കടയും ഒത്തിരി ഉണ്ട്. ഇതാണ് മീൻ കടയാണ്. ഇത് 2 കടയുണ്ട്, 2 ഉണക്കമീൻ കടയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോകും, കുറേ വളഞ്ഞ് ഇങ്ങനെ വന്നിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്കൂളുണ്ട്. അതാണ് സെൻറ്റ് ഡൊമിനിക് സ്കൂളാണ്. കാഞ്ഞിരപ്പള്ളി ഹയർ സെക്കൻഡറി സെൻറ്റ് ഡൊമിനിക് സ്കൂളാണത്. അപ്പം ഞാൻ അതിൻ്റെ കവാടമൊക്കെ കാണിക്കാവേ. അപ്പം ഇതാണ് അതിൻ്റെ കവാടം. അതൊക്കെ കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. അപ്പം ഇവിടെ കുറേ കാറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ വഴിയെല്ലാം ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പടിക്കലെത്താറാകുന്നു. ഇതാണ് ഞങ്ങളുടെ SBI ബാങ്ക്, കാഞ്ഞിരപ്പള്ളി SBI ബാങ്കാണ്. അതിൻ്റെ അടുത്ത് കാണാനാണ് മിനി സിവിൽ സ്റ്റേഷൻ. ഇതാണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ. അതാണ് ഞങ്ങളുടെ സ്കൂള്. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയാണ് ഞങ്ങൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി ചെന്നു. അവിടെ ചെന്നപ്പം ക്ലാസ്സിലിപ്പോൾ ആരുമില്ല, എല്ലാവരും മുകളിലോട്ട് പോയി. അവിടെ ടൈലറിംഗ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പം ഞാൻ ഈ ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണിക്കാമേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവർ ഇറങ്ങിയൊക്കെ വന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ പകുതി വരെ കയറിപ്പോയി. പിന്നെ അവരിങ്ങനെ ഇറങ്ങി വന്നോണ്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഹാൻഡ് വർക്കിലൊക്കെ ചെന്നു. വർക്കൊക്കെ തുടങ്ങി. ഇതാണ് ഓരോരുത്തരും ചെയ്ത വർക്കുകളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. ഒരു 19 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഇപ്പം ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഓരോരുത്തരും ചെയ്ത ഡിസൈനുകളൊക്കെയാണ് ഇതൊക്കെ. അടിപൊളിയല്ലേ, കൊള്ളാമല്ലേ? തെറ്റുകുറ്റങ്ങളൊക്കെ വരും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ. പെർഫെക്റ്റ് ആകാൻ 19 ദിവസമൊക്കെ എടുക്കും. ഹാൻഡ് വർക്കല്ലേ, അപ്പം നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ കുറച്ച് ദിവസങ്ങളെടുക്കും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചർ കയറി വന്നു. ഞങ്ങളുടെ മിസ്സ് കയറി വന്നു. ഞങ്ങളുടെ മിസ്സ് പാവ മിസ്സാട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരോടും നല്ല കൂട്ടാണ് മിസ്സ്. ഇതാണ് എൻ്റെ ഹാൻഡ് വർക്കുകളെ. ഇതാണ് ഞാൻ ചെയ്തതൊക്കെ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇതാണ്, കുറച്ച് ഫിനിഷൊക്കെ ആകാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ വർക്കുകൾ. അപ്പം മിസ്സിൻ്റെ മോനൊരു ജോമെട്രിക് ബോക്സൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജി. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതും കാണിച്ചത്. കൊള്ളാം അല്ലേ, നല്ല ഗ്രീൻ കളർ. അപ്പം ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഒരു 3-3.5 മണിക്കൂറുള്ള ക്ലാസ്സേ ഉള്ളേ. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചാറ്റൽ മഴയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇപ്പുറത്തോട്ട് കടന്നു. അപ്പോൾ അവർ 3 പേരും അങ്ങോട്ട് പോയി. ഞങ്ങൾ മീനൊക്കെ മേടിക്കാണ്ടായിരുന്നു. കുറച്ച് മീൻ അച്ചാർ ഇടാനായിട്ട് ഇച്ചിരി മോദം മേടിച്ചു, 1 കിലോ മോദമൊക്കെ മേടിച്ച്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അവളെവിടെ നിർത്തിയിട്ട് ഞാനിവിടെ അങ്ങാടിക്കടയിൽ നിന്ന് ഒരു കായം മേടിച്ചു. അച്ചാർ ഇടണമല്ലോ, അപ്പോൾ കായം മേടിച്ചു. അതിൻ്റെ അപ്പുറത്ത് തേങ്ങക്കടയുണ്ട്, അവിടെ നിന്ന് ഒരു കുപ്പി എണ്ണ മേടിച്ചു. പിന്നെ ഇപ്പുറത്തെ സൈഡിലിട്ട് വന്നിട്ട് പഴം മേടിക്കണമായിരുന്നു, ഏത്തക്ക മേടിക്കണമായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. അവിടെ കുറേ അച്ചാറുകളുണ്ട്. പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ നോക്കിയതേ ഉള്ളെല്ലാം. അപ്പോൾ കുറേ വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ ബസ്സിൽ കയറി, പോകാനുള്ള ബസ്സൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.